ഒരു തെറ്റും ചെയ്യാതെ അവൻ്റെ പേരിന് ഉള്ള തെറ്റ് മുഴുക്ക അവൻ്റെ പേരിന് ആരോപിച്ച് അവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട് മറു പാർട്ടിക്കാർക്ക് ഒരു തെറ്റുമില്ലാതെ അവരെ ജയിപ്പിക്കാനും ബാക്കിയുള്ള ഇവൻ്റെ ജീവിതവും ഇവനെയും കൂടി തുലയ്ക്കാനാണ് നോക്കുന്നത്. അങ്ങനെയാണ് അവൻ്റെ ജീവിതം. അതിനാണ് നമ്മൾ കാണുന്നത്. അവനൊരു പൊടി കൊച്ചുണ്ട്. അപ്പോൾ അതിന് സ്കൂളുണ്ട്. സ്കൂളിൽ ഫീസ് അടയ്ക്കണം. അവനെ ജീവിത ചിലവൊക്കെ നോക്കണം. അവനെ ഇത് ഒന്നി അവർ എടുക്കണം അല്ലെങ്കിൽ പിരിച്ചു വിടണം. രണ്ടിലേതെങ്കിലും ഒന്നും ചെയ്യാതെ ഈ ഒരു തീരുമാനവും ഇല്ലാതെ ഇങ്ങനെ അവനെ പറ്റി ഇല്ലാത്ത അനാവശ്യങ്ങളും പറഞ്ഞ് പരത്തിക്കൊണ്ട് കിടക്കണം. ഇതെല്ലാം വിളിച്ച് പറയണത് സത്യമെന്ന് വിചാരിച്ച് എല്ലാവരും നടക്കണം. അവരെ ഇവനെ താഴ്ത്തിയിട്ട് അവർ ജയിക്കണമെന്നുള്ള ഒരു ഈഗോ ആയിട്ടാണ് അവിടെ കാണിക്കുന്നത്. ഇവൻ്റെ പേരിന് എല്ലാ അനാവശ്യങ്ങളും കൈ കാണിച്ച് കാല് കാണിച്ച് എന്ന് പറയും. ഓരോരോ അനാവശ്യങ്ങളുള്ള ചിന്ത പറഞ്ഞ് അനാവശ്യത്തിൽ പെണ്ണുങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് ജയിക്കാം ആ രീതിയിൽ ഒരു വൃത്തികെട്ട ഒരു ഇത് പറഞ്ഞ് അവനെ തോൽപ്പിക്കുകയാണ് ചെയ്യണത്. അവൻ കൈ കാണിച്ചെന്നും കാല് കാണിച്ചെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അവർ ചെയ്തത് തെറ്റല്ല, ഇവനാണ് മുഴുക്ക തെറ്റും വരുന്നത്. മെമ്മറി കാർഡ് അവരെടുത്ത് അതിലെന്ത് സംശയം? ഇത്രയും ജനങ്ങൾ ഇറക്കിയത് അതിനാണല്ലോ. അതിനകത്ത് ഒഴിഞ്ഞു വരുമ്പോൾ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടക്ടറെ അവിടെ ഇരുത്തി, കണ്ടക്ടറെ അവിടെ ഇരുത്തിയിട്ട് ഇവർ 4 പേര് 4-5 പേര് അതിനകത്ത് കയറിയത് തന്നെ എന്തിന്? മെമ്മറി കാർഡ് എടുക്കാൻ തന്നെ. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഇറക്കേണ്ട കാര്യമല്ല. എല്ലാവരും ഇറക്കിയിട്ട് അവർ മെമ്മറി കാർഡ് അവർ തന്നെ എടുത്തതെന്ന് തന്നെ എനിക്ക് ബലമായിട്ട് ഉള്ള ശബ്ദം. ഒരു നിവൃത്തിയില്ല. ഇത് തന്നെ അവന് ശമ്പളം പോലും കറക്റ്റായിട്ട് എല്ലാം കിട്ടുന്നില്ല. അപ്പോൾ കിട്ടുന്ന ശമ്പളം 4000, 5000, 3000, 7000 ഇത്രയല്ലാതെ അവന് അങ്ങനെ കൂടുതൽ ശമ്പളം കിട്ടുന്നത്. അതും പെൻഡിങ് ഇനിയും കിടക്കുകയാണ്. അവന് ശമ്പളം കറക്റ്റായി കിട്ടുന്നില്ല. പിന്നെ ഉള്ള ശമ്പളം കൊണ്ട് ഇപ്പോൾ 10,000-12,000 രൂപയാണ് സ്കൂളിൽ ചേർക്കാനുള്ളത്. പിന്നെ ബുക്കും പുസ്തകവും എല്ലാം കൂടി അവൻ അതും കുറേ പൈസ ആകും. അവൻ അത് എങ്ങനെ കണ്ടിട്ടൊന്നും ഒരു ഇതുമില്ല. പിന്നെ അവൻ ജോലിക്ക് പോകുമെങ്കിൽ അവനെ കൊന്നുകളെ, അവൻ്റെ കൊച്ചിന് വെളി ഇറക്കി അതിനെ കൊന്നുകളെ. അവന് വേദനിക്കുന്ന രീതിയിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയൂടാ. ഇത് നമ്മളെ മോൻ്റെ കൂടെ വേണം വിളിച്ച് പറയുന്നത്. ഇവൻ്റെ കൂടെ അല്ല, വേറൊരു മോൻ്റെ കൂടെ ഭീഷണിപ്പെടുത്തി തന്നെ ഇതൊന്നും. അപ്പം മാറണം എങ്ങനെയെങ്കിലും. അവന് വേദന എടുത്തില്ലെങ്കിൽ അവന് വേദന എടുക്കണവർ അവൻ്റെ അടുത്തുണ്ട്, അവനെ അതിനെ തീക്കുമെന്ന് പറഞ്ഞവർ. ഇങ്ങനെയൊക്കെ കൊണ്ട് ജയിച്ചു പോകാനാണ് അവർ താല്പര്യമെങ്കിൽ നമുക്കതിലൊന്നും പറയാനില്ല. നമ്മളെപ്പോലുള്ളവരെന്ത് പറയട്ടെ? അവർ പറയണതന്നെ ജയം, അവർക്ക് തന്നെ ജയവും അവർ തന്നെ ചെയ്യണതെല്ലാം ശരിയും. അത് മാത്രം സമ്മതിക്കാൻ പറ്റും. ഇന്ന് അവർ ഭരിക്കണവരും അവർ പറയുന്നതും എല്ലാം ശരി. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇതുപോലെ അവരെ കീഴെ അവർ പറയണം കേട്ട് എല്ലാ അസഭ്യങ്ങളും വിളിച്ച് പറയണം കേട്ടും കൊണ്ട് കഴിയണം. വേണ്ടാത്ത അസഭ്യങ്ങൾ വിളിച്ച് പറയും. കൈ കാണിച്ച് കാല് കാണിച്ചെന്ന് പറഞ്ഞാൽ വേണ്ടാത്ത അസഭ്യം. അവന് ബസ് ഓട്ടിക്കാനോ നേരം കൈയും കാലും കാണിക്കാനാണ്. ഇത്ര ദൂരം തൃശ്ശൂർ നീങ്ങേറ്റന്മാർ ബസ് ഓട്ടിക്കാനല്ലേ അവന് നേരം? അവൻ കൈയെടുത്ത് കൈയും കാലും കാണിച്ച് ഇവർ തൃശ്ശൂരിൽ നിന്ന് ഇതുവരെ അവൻ ഒരു പെമ്പിള്ളനെയും കണ്ടില്ല. അവളെ മാത്രമേ കണ്ടുള്ളൂ പെണ്ണായിട്ട് കൈയും കാലും കാണിക്കാൻ. അവളെ ഭർത്താവ് അവരും കൂടി ഇരിക്കുന്ന അവരെ മാത്രമേ കൈ കാണിക്കാൻ കണ്ടോളാം. ഒരു പെമ്പിള്ളേരെ അവൻ നേരെ കണ്ടിട്ടില്ല ഇന്നെ കണക്കൊള്ളാന്നുള്ളതെന്നും. ഞങ്ങൾ പോലും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ആരെങ്കിലും ഒരാൾ ഇത് പറഞ്ഞായിരുന്നു ഒരാളെ നമുക്ക് തെളിവിന് കൊണ്ട് തരാമോ? ഇത് ഇവർ പറയണ ലൈംഗികം കാണിച്ച് മറ്റേ കാണിച്ച് മറിച്ച് കാണിച്ച് സ്റ്റേഷന് മലയങ്കിരി സ്റ്റേഷൻ, ഈ മലയങ്കിരി സ്റ്റേഷന് ഒരു ദിവസമെങ്കിലും ഇവനെ പിടിച്ചിട്ടെന്നൊരു തെളിവും അതിൻ്റെ ഈ പറയാൻ അനാവശ്യം ഈ റോഡിൽ വന്ന് കേൾക്കണം. ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? നാട്ടുകാർ ഒത്തും ഇപ്പോൾ ഇവർക്ക് സൈഡ് കുറവില്ലല്ലോ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാമോ? എന്തൊക്കെ അനാവശ്യം കാണിച്ച് ആ പറഞ്ഞ അയാളാണ് ഇതെല്ലാം കാണിച്ചുകൊണ്ട് നടക്കണം. ആ കളായി പറഞ്ഞ് നടക്കണേ. യമ ഒരു അനാവശ്യം കാണിച്ചിട്ടില്ല. അവനെന്ത് കൊച്ചു പിള്ളേർ, അവൻ 7 വർഷം കൊണ്ട് കല്യാണം കഴിഞ്ഞ് ഞാൻ ഇരിക്കണം. അവൻ ഈ ഇത്രയും വൃത്തിയോട് കാണിച്ചെങ്കിൽ ഇവിടെ അയൽവക്കത്തൊക്കെ നല്ല സുന്ദരി പെൺപിള്ളേരുണ്ട്. അവൻ അങ്ങനെയാണെങ്കിൽ ആരെയും അവൻ മാസമായിട്ട് ഒന്നും കാണിച്ചിട്ടില്ല. ഇറങ്ങി എന്നെ അടിച്ച് നോക്കി. അല്ലെങ്കിൽ ഇയാൾ തെളിവ് കൊണ്ട് വരട്ടെ. ഇയാൾ പറഞ്ഞത് ഇയാൾ കണ്ട മറ്റവളെ കാണിച്ച അയാൾ എങ്ങനെ കണ്ടത് ബസ്സിരുന്ന്? അപ്പോൾ ഇയാൾ കണ്ട ഇയാൾ ഈ അനാവശ്യം വിളിച്ച് പറയണേ. സഹോദരങ്ങളും അമ്മയും അച്ഛനും എല്ലാവരും കേട്ടോണ്ടിരിക്കുക പറയണം. ഇപ്പം അവർക്ക് അമ്മയും സഹോദരങ്ങൾ ഒന്നും ഇല്ല. അവർ ഈ വൃത്തിയായിട്ട് വിളിച്ച് പറയുമ്പോൾ അവർക്ക് കൊണ്ടല്ലോ സഹോദരങ്ങളും അമ്മയും എല്ലാവരും കേട്ടോണ്ടിരിക്കുകയല്ലേ ഇയാൾ ഈ വൃത്തിയായിട്ട് അത്രയും വിളിച്ച് പറയുക എല്ലാം ചെയ്തത്. ഇയാൾ കണ്ട അല്ലെങ്കിൽ ഇയാളെ വേറെ ആരെങ്കിലും കണ്ട? അയാൾ ഒരു സാക്ഷിയെ കൊണ്ടുവരുത്ത് കണ്ടത്. നമ്മൾ മുമ്പ് ഒരു സാക്ഷിയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അയാൾ പറയുന്നത് ഇവരാണ് പറഞ്ഞത് എൻ്റെ കൂടെയെന്ന്. എങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു കൊടുക്കുക. ഈ ആരും ഇല്ലാത്ത കാര്യം അവൻ അനാവശ്യം കാണിച്ചെന്നും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചെന്നും എന്തൊരു ചെറുപ്പക്കാരെ കിട്ടാത്തുണ്ട് കളിയെ കാണിച്ചെന്നൊക്കെ അവൻ പറയാം. ഇവിടെ അവനെന്തൊരു ചെറുപ്പക്കാരെ കിട്ടൂല്ലേ? ഒരു 50 വയസ്സായി കളവയെ കാണിച്ചത് അയാൾ ഇന്നലെ വിളിച്ച് പറയാനായിട്ട്. ഞാൻ എൻ്റെ അടുത്തായിട്ടാണെങ്കിൽ അയാളെ കവല കുറ്റിയൊന്നും ഞാൻ വിളിച്ചു കൊടുത്തത്. എൻ്റെ അടുത്തായിട്ടാണെങ്കിൽ കാരണം ഇത്ര വൃത്തിയായിട്ട് വിളിച്ചു പറഞ്ഞാൽ എൻ്റെ മോനാണ്. അയാളെ മോനെന്നെ ഇതുപോലെ പറഞ്ഞെങ്കിലാ അവൻ ചെയ്യുന്ന വൃത്തിയായിട്ട് നമുക്കറിയാം എന്താണെന്നുള്ള. ഇവിടെ എൻ്റെ അടുത്തായിട്ട് നിന്ന് ഇതുപോലെ പറയാനുള്ളായിരുന്നു. അയാൾ ചൂടുവെള്ളം തിളപ്പിച്ച് അയാളെ മുഖത്ത് വെച്ച് കൊടുത്തത് ഇത്രയും വൃത്തിയായിട്ട് പറഞ്ഞത്.
ഇങ്ങനെയാണോ ഒരു പാർട്ടിക്കാരൻ പറയാനുള്ളത്? ഇങ്ങനെയാണോ ഇത്ര അനാവശ്യം? ഇയാൾ മാത്രമല്ല, രണ്ടുപേരും ഇതുപോലെ വൃത്തിയായിട്ട് പാവാടിയും ജമ്പറും ബ്ലൗസും ഇതൊക്കെ കിടക്കണത് അവൻ മാറാതെ കിടക്കുന്നത്. ഇവിടെ എല്ലാവരും പാവാടിയും ബ്ലൗസും ജമ്പറും ഉണ്ട്, ആരും കാണാതെ പോയി അത്രയും അവർ എടുത്തോണ്ട് പോയി. അവർ രണ്ടുപേരും കൂടിയാണ് അവരെ പാവാടിയും ബ്ലൗസും എല്ലാം എടുത്തോണ്ട് പോയി. എല്ലാവരും അയാൾ രണ്ടുപേരുമാണ് എടുത്തോണ്ട് പോയി. ആ പറഞ്ഞവന്മാർ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞാലും നാളൊരു ദിവസം പറഞ്ഞാലും അവനാണ് ഇവരെ പാവാടിയും ബ്ലൗസൊക്കെ കാണാതെ വരുന്നത്. ഞങ്ങളെ മോനൊന്നും എടുത്തിട്ടില്ല പാവാടിയും ബ്ലൗസ്. ഇവിടെ ഒരുപാട് പേര് നനച്ചൊക്കെ ഇട്ടിട്ടൊക്കെ. അയാൾ പറഞ്ഞു അവിടെയൊക്കെ കയറി പോകുന്നവൻ. ഈ അയാൾക്ക് ഇത്ര വൃത്തിയായിട്ട് പറയുക ആര് ലൈസൻസ് കൊടുത്തത് ഇത്രയ്ക്ക്? വിവരമുണ്ട് അയാൾക്ക്, പാകത്തിന് വിവരമില്ല അയാൾക്ക്. ഉണ്ടെങ്കിൽ അയാൾ ഇത്ര വൃത്തിയായിട്ട് വിളിച്ച് പറയില്ലായിരുന്നു ടി വി കൂടി. അയാൾ ആരിങ്ങനെ ആക്കിയത് ഈ നിലയിൽ കൊണ്ടിരുത്തി അവിടെ വിളിച്ചു പറയാൻ? ഇത്രയും എവിടെ നടക്കും? ഇയാൾ ഇതിൽ നടക്കും ഇത്രയും വൃത്തിയായിട്ട് വിളിച്ചു പറയാം. അയാൾക്ക് അറിയാമെന്നുള്ള കാര്യം അയാൾ പറയാത്തത്. അത് കണ്ട കാര്യങ്ങൾ അവർ പാർട്ടിക്കാരൻ ജയിപ്പിക്കാൻ വേണ്ടി പാർട്ടിയിൽ വന്നതുകൊണ്ട് അനാവശ്യങ്ങൾ വിളിച്ചു പറയണം. അപ്പം മേയറൊരു പെണ്ണല്ലേ, അപ്പം അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയിൽ ഓരോന്ന് ഇവർ അനാവശ്യം പറയണം. പിന്നെ ഒരു കാര്യമുള്ള പെണ്ണുങ്ങളാകുമ്പോൾ ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അവർക്ക് ജയമാണ്. അവിടെ ഒരു പയ്യെ ഒരു അനാവശ്യം കാണിച്ചു, അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒരു അനാവശ്യം കാണിച്ചു, അത് ഇയാളെ പേരിന് ഞാൻ കൊണ്ട് കേസ് കൊടുക്കാമല്ല. എന്നെ അയാൾ ഉപദ്രവിച്ചെന്ന് പറഞ്ഞ് വില പോവുമോ? ഈ വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിന് ഞാനും കൊണ്ട് കൊടുക്കാം എന്നെ ഉപദ്രവിച്ചെന്നും പറഞ്ഞ്. അങ്ങനെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ നിന്നും കൊണ്ട് അനാവശ്യം അതിൽ കണ്ട കാര്യം പറയട്ടെ. അയാൾ കാണാതെയും കേൾക്കാതെയും ഒരു നാട്ടിൽ നടക്കാത്ത കാര്യം ഇയാൾ എന്ത് വിളിച്ചു പറഞ്ഞ് എന്നെ ഒരു പയ്യനെ പറ്റി ആശ്രയിച്ച് അത് അയാൾക്ക് പറയാൻ കൊള്ളാമോ? ഇയാൾ പാർട്ടിക്കാരനാണ്, അയാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ പറയുമോ? 100 പ്രാവശ്യം ഇയാൾ ഈ പെണ്ണുങ്ങളെ പറ്റി അവനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാലും ചെയ്യാത്ത കാര്യം അവൻ ഒരിക്കലും ചെയ്തെന്ന് പറയില്ല. അങ്ങനെ അവനെ സംഭവിക്കാൻ പറ്റില്ല. അവനും സഹോദരങ്ങളും ചേട്ടന്മാരും ചേട്ടൻ്റെ പെണ്ണും മറ്റൊരുമൊക്കെ ഈ വീട്ടിൽ തുടർച്ചയായിട്ട് താമസിച്ചാണ്. അപ്പോൾ ഈ വൃത്തിയോട് വിളിച്ചു പറഞ്ഞാൽ അവരെവിടെ ജയിക്കാൻ പോകണം? അത് അവരെ രക്ഷിക്കാമെന്നുള്ളതല്ലേ. ഇത് ഇങ്ങനെ കാണിച്ചെന്ന് പറയുമ്പോൾ എല്ലാം ഞങ്ങൾ അയ്യോ അവരെ ഇത് കാണിച്ചോ, അത് നാണക്കേടല്ലേ, ആ പയ്യ അങ്ങനെ ചെയ്യുമോ എന്ന് കേട്ടുകൊണ്ട് എല്ലാവരും അവരെ സൈഡിക്കുക. അതിനാണ് അവർ ഈ ഒരൊറ്റ വൃത്തി. ആദ്യം അവർ പറഞ്ഞത്, അവർ അന്ന് ടി വിയിൽ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. അന്ന് രാവിലെ അവർ പറഞ്ഞത് ഞാൻ ബാക്കിൽ നിന്ന് ഹാണടിച്ചിട്ട് അവൻ മാറിയില്ല. അവൻ ഞാൻ ഇന്നാരാണെന്ന് അറിഞ്ഞിട്ട് മാറാതെ വണ്ടി വിട്ടുപോയി പാളയത്തോടെ വന്നിട്ട് സൈഡ് കൊടുത്ത് മുമ്പൊക്കെ ഇറങ്ങാൻ. ഞാൻ ആരെന്ന് അറിയാമോ എന്നാണ് മുമ്പേ വന്നതെന്ന് കേട്ടോ. അപ്പം ഇവർ ഈ വാചകം പറയുന്നത് എന്നെ ഇങ്ങനെ കാണിച്ചതെന്ന് അന്ന് അവർ പറഞ്ഞില്ലല്ലോ. ഞാൻ ഹാണടിച്ചിട്ട് മാറിയില്ല, സൈഡിൽ ചെന്നില്ലെന്ന് മാത്രമാണ് അന്നത്തെ ന്യൂസ് ഞാൻ കേട്ടതാണ് രാവിലെയുള്ള. രാത്രി ഇതുപോലെ ഇവർ അവിടെ നിന്ന് ഇറങ്ങി നിൽക്കുന്നത് പോലീസ് പിടിച്ചോണ്ട് പോകണത് എല്ലാം എൻ്റെ കൂടെ വിളിച്ചു പറഞ്ഞ് ഞാൻ കണ്ടു വെച്ച് കണ്ടത്. അപ്പോൾ അവർ ഇതൊരൊറ്റ വാചകം പറഞ്ഞു. ഇപ്പം എങ്ങനെ അവർ കാണിച്ചിടമൊക്കെ വരുന്നത്? അപ്പം ജയിക്കാൻ വേണ്ടിയിട്ട് എന്തും പറയാമെന്ന നാണം കെട്ട വേല. ആ പെണ്ണിന് നാണക്കെടയിൽ ഇങ്ങനെ വിളിച്ചു പറയാൻ ഞാൻ കണ്ടതാണ്. അവർ അന്ന് ഇങ്ങനെ മുമ്പ് കയറിയതും ഇങ്ങനെ വന്ന് സൈഡ് കയറാത്തത് ഞാൻ ആരെന്നറിയാമോ എന്നും കേട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് കേട്ടത് ഞാൻ. അപ്പം അവൻ പറഞ്ഞ് അറിയില്ല. അവൻ അറിഞ്ഞുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവൻ അറിയില്ലെന്ന് പറഞ്ഞത്. കാരണം അവൻ കണ്ടിട്ടില്ല. അവൻ ഇവിടുന്ന് രാത്രി പണ്ട് പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരിക്കും. രാത്രി പ്രൈവറ്റ് ബസ് പറയുമ്പോൾ ഇപ്പം അങ്ങനെ 4 മണിക്ക് പോകും രാത്രി. അതുപോലെ 9:30, 10, 12 മണിയാകുമ്പോൾ തിരിച്ചു വരും. ഞാൻ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം മണിയും കണക്കുമില്ല. ഇതും അതുപോലെയാണ്. രാത്രി 1:30 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് പോകും. 2:30 തമ്പാനൂരിൽ നിന്ന് ബസ് എടുക്കും. പിറ്റേന്ന് അതുപോലെ 12 മണിയാകുമ്പോൾ വീട്ടിൽ വരും. അന്ന് കണ്ടില്ല. അങ്ങനെയാണ് ഞാൻ വിളിച്ചപ്പോൾ സ്റ്റേഷനിൽ പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു. ആ സ്റ്റേഷനിൽ പിടിച്ചോണ്ട് പോയിട്ട് ഒരു തെറ്റും ചെയ്യാതെ ചെറുക്കനെ തലേദിവസം രാത്രി പിടിച്ചിട്ട് പിറ്റേന്ന് 11 മണി വരെ, രാത്രി 10 മണിക്ക് വെച്ചിട്ട് പിറ്റേന്ന് 11 മണി വരെ ആ സ്റ്റേഷനിൽ ആ ചെറുക്കനെ ഇരുത്തി. എന്ത് എവരാരും ഇരുത്തണ്ട്? എവരാരും കുറ്റം ചെയ്തില്ലേ? ഒരു പാർട്ടി ഒരു മനുഷ്യനെ പിടിക്കുമ്പോൾ 2 പേർക്കും ഒരേ തുല്യ അവകാശം തന്നെ. 2 പേരും ചെക്ക് ചെയ്യാത്തത് ഇവനെ ചെക്ക് ചെയ്തപ്പോൾ ഇല്ല എന്ന് പറയണേ, മദ്യപിച്ചിട്ടില്ല എന്ന്. എന്നിട്ട് അവരെ ചെക്ക് ചെയ്തില്ല. അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ചെക്ക് ചെയ്തില്ല? എന്തുകൊണ്ട് 4 പേരും ചെക്ക് ചെയ്തില്ല? അത് ചെയ്തില്ല. അപ്പോൾ ഇത് ആരെ ഒരു സൈഡാണ് നിൽക്കുന്നത്? അവരെ മാത്രം സൈഡ്. അവർ ചെയ്ത കുറ്റം ചെയ്തവരും നല്ലവരും കുറ്റം ചെയ്യാത്ത ആയിരിക്കും. അവർ കാണൂല. കാരണം അവരെ സൈഡല്ലേ. അവരെ സൈഡിൽ ഇരിക്കുന്നവരെ അവർ കാണൂല. ബസ് കൊണ്ടിട്ടേക്കിന് എല്ലാവർക്കും കാണാം, ഫ്രണ്ടിൽ കൊണ്ട് തിരിച്ചിട്ടേക്കിന്. അത് അവർ ആദ്യം പറഞ്ഞു ഒന്നാമത്തെ കള്ളമായിട്ടാണ് വരുന്നത്. രണ്ടാമത് അവർ പറഞ്ഞ് കാണിച്ച് അവർ മുമ്പ് കയറി. അവർ ഞാൻ ആരെന്നറിയാമോ, ഞാൻ ഇന്നാരാണെന്ന് അവർ പറയുന്നു. അതും അവർ ചെയ്ത്. എന്നിട്ട് വരയിൽ കൊണ്ടുവന്നിട്ടേക്കിന്. അതിന് അവരെ പേരിന് കുറ്റമില്ല. ചെയ്ത കുറ്റം മുഴുക്ക ഡ്രൈവറാണ് മുഴുക്ക കുറ്റവും ചെയ്തത്. പിന്നെ അവർ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പയ്യനെ ടെസ്റ്റ് ചെയ്ത് അവൻ മദ്യപിച്ചിട്ടില്ല എന്നറിഞ്ഞ്. എന്നിട്ട് അവർ പറയണം അവൻ ലഹരി മരുന്ന് അടിച്ചുകൊണ്ടാണ് അവൻ ബസ് ഇത്രയും സ്പീഡിൽ വിട്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവരെ ചെക്ക് ചെയ്യാത്തത് അവരും മദ്യപിച്ചാണോ എന്ന് അവരെ ചെക്ക് ചെയ്തില്ല. അപ്പോൾ ഒരു കേസിന് 2 പേർക്ക് 2 നിബന്ധനയുണ്ട്. ഇത് എവിടത്തെ ന്യായമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അധികാരത്തിലുള്ള അധികാരക്കാർ സൈഡിൽ നിൽക്കാനേ ആളുള്ളൂ.
കാരണം അത് കേസില്ല, ആർക്കും കേസില്ല. പോലീസ് കേസെടുത്തില്ല. അവൻ കേസ് കൊടുത്തിട്ട് അവനെ പിന്നെ പോലീസുകാർ എന്തിനു നമുക്ക് നേരെ പിടിച്ചിരുന്ന് കേസെടുക്കാൻ വയ്യെങ്കിൽ അവൻ എന്തിനു തലേദിവസം രാത്രിയോട്ട് പിറ്റേന്ന് 11 വരെ പിടിച്ചിരുത്തിരുന്ന് അവൻ്റെ കേസെടുക്കാൻ തെറ്റും ചെയ്തില്ലെങ്കിൽ വിടാത്തും പിന്നെ എന്തിനു പിടിച്ചിട്ടിരുന്ന? അപ്പം പിന്നെ അതൊന്നും തെറ്റല്ലേ. എന്നിട്ട് അവരെ അങ്ങ് സുഖമായിട്ട് വിട്ട് എന്നിട്ട് ഈ ബസ്സിൽ നിന്ന് എല്ലാ ആളുകളെയും അവർ ഇറക്കിയിട്ട് അങ്ങേര് കയറിയിരുന്ന് ടിക്കറ്റ് എടുക്കാൻ പറയണം. അങ്ങേര് കയറിയിരുന്ന് അങ്ങേര് എനിക്ക് തമ്പാനൂർ വരെ പോകാൻ ടിക്കറ്റ് വേണമെന്ന് പറയണം. അപ്പോൾ അങ്ങേർക്ക് ടിക്കറ്റ് എടുക്കണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. MLA ക്ക് ടിക്കറ്റ് എടുക്കണ്ട, യാത് പൊട്ടാനും അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ MLA ടിക്കറ്റ് എടുക്കണ്ട എവിടെ പോവാൻ? അയാളെ എന്തൊരു ബസ്സിനകത്ത് കയറ്റിക്കൊണ്ട് പോകാൻ അയാൾ കേൾക്കുന്നത് ടിക്കറ്റ്. പിന്നെ എന്തിനാ അയാൾ കേൾക്കണം? എങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പറയണം. എന്നിട്ട് കണ്ടക്ടർ സീറ്റിൽ ഇരുന്ന് കണ്ടക്ടർ പറയണത് ഏതുകൊണ്ട് ഒരു തമ്പാനൂർ ടിക്കറ്റ്. ഈ തമ്പാനൂർ ടിക്കറ്റ് എടുത്ത് പോകണമെങ്കിൽ അയാൾ അത്രയും പേരെ അവിടെ ഇറക്കിയിട്ട് എന്തിനു കൊണ്ട് ആകാശം തൊട്ടായി പേരെ ഇറക്കിയിട്ട് അപ്പോൾ ക്യാമറ എടുക്കാൻ സൗകര്യം മറ്റേ സിം എടുക്കാൻ സൗകര്യത്തിൽ അവരെല്ലാവരും ഇറക്കി വിട്ടു. അത്രയും മാത്രം പറഞ്ഞാൽ അതാണ് ഇവർ ചെയ്തത് തെറ്റ്. അതിന് അവർക്കൊരു തെറ്റുമില്ല, ഒരു അതുമില്ല. ബാക്കി മുഴുക്ക യദുവിൻ്റെ പേരിന് തെറ്റ്. അവൻ ചെയ്യാത്ത തെറ്റില്ല. അവൻ അപമാനിക്കരുത് പെൺപിള്ളേരില്ല. അവൻ പെൺവിരുദ്ധരാണ്, മറ്റെയാണ് മഹർഷിയാണ്. ഇതാണ് വിളിച്ചു പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് പാർട്ടി. അവരുടെ പാർട്ടി രക്ഷണം അവരെല്ലാം നോക്കും. അങ്ങനെ അവരവിടെ ഒളിച്ച് എല്ലാവരും ഇറക്കി വിട്ടിട്ട് അവരെ മെമ്മറി കാർഡ് എടുത്ത് അവർ കൊണ്ടുപോയിട്ട് അത് യദു പോയപ്പോൾ ഇറങ്ങി എടുത്തോണ്ട് പോയി. യദു പോലീസ് വരുന്നേരം സീറ്റിൽ നിന്ന് എഴുതിച്ചിട്ടില്ല, ഡ്രൈവറെ സീറ്റിൽ നിന്ന്. യദു ശരി എടുത്തെന്ന് പറയട്ടെ, ഡ്രൈവറെ സീറ്റിൽ ഇരുന്നുകൊണ്ട് അതെടുത്തെന്ന് നോക്കാം. ബാക്കിൽ ഇരുന്ന് രണ്ടും പോയി യദു ഇറങ്ങി ചെന്ന് എടുക്കണ കാണാമെങ്കിൽ പോലീസുകാരന് കണ്ണുണ്ട് യദു എടുക്കുന്നത്. ഇവൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അയാൾ കണ്ടില്ലേ ഇവൻ ബാക്കിൽ ചെന്ന് 2 ദിവസം കൂടി എടുത്തോണ്ട് പോകണമെങ്കിൽ. പിന്നെ ആരാണ് എടുത്തപ്പോൾ? ഇവർ തന്നെ എടുത്തത്. ഇവരെ ഉള്ളോടെ വേറെ ആരെങ്കിലും എടുത്ത് കണ്ടക്ടർ ഉള്ളു എല്ലാം കൂടി തെറ്റിയതുകൊണ്ട് അവരെടുത്ത്. കാരണം അവർക്ക് തെറ്റില്ലെങ്കിൽ എന്തിനാ യദു പറഞ്ഞതെല്ലാം കേൾക്കാതിരിക്കുക അവരെടുത്തോണ്ട് പോകണം. അത് വെച്ചേക്കുന്നത് അവിടെ അവർക്ക് പേരിനൊരു തെറ്റുമില്ലെങ്കിൽ അവരെടുത്തോണ്ട് പോകേണ്ട കാര്യമില്ല. അവിടെ വെച്ചിട്ട് പോകണമായിരുന്നു. അവർ ബസ്സുകാരെടുക്കാൻ എന്തായാലും അത് അവരെന്തത് വല്ല ഡിക്റ്റേറ്റീവ് കഥ കണ്ടുപിടിക്കാൻ. പോലീസുകാരെ അവൻ്റെ സൈഡിൽ എനിക്ക് അറിയാമല്ലോ, ആദ്യമേ അറിയാം. അവർ അന്ന് കൊണ്ടുപോയി രാത്രി ചെയ്തവരും നമുക്കറിയാം. പോലീസ് സൈഡിൽ പോലീസ് അവരെ സൈഡിൽ ഇനി അവരെന്തെങ്കിലും കുറ്റം ചെയ്താലും അവൻ്റെ പേര് പറയുവാണെങ്കിൽ അതുകൊണ്ട് അവരെന്തെങ്കിലും കുറ്റം ചെയ്താലും ഇവൻ്റെ പേരിന് കുറ്റം പറഞ്ഞാലും അവർക്ക് കുറ്റമില്ലെന്ന് വന്നാലും നമ്മളൊരു സാധാരണക്കാരാണ്, നമുക്ക് ജീവിക്കുന്നത്. ഇവരിങ്ങനെ ഞങ്ങളിങ്ങനെ ഞങ്ങൾ കൊല്ല ചെയ്ത് ഞങ്ങളെങ്ങനെ ജീവിക്കും? ഇല്ലാത്ത അപവാദങ്ങൾ പറഞ്ഞ് പുറത്തേക്കും അച്ഛനും അമ്മയും കൂടി ഇരിക്കുന്നത് വേണ്ടാത്തന്നെ വൃത്തിയോടൊക്കെ കാണിപ്പും അശ്ലീലം കാണിച്ച് മറ്റേ കാണിച്ചെന്ന് പറഞ്ഞ് വിളിച്ചു പറച്ചത് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇവരെ പോലെയുള്ള പണക്കാരും മറ്റേ കഴിവുള്ളവർ മാത്രം ജീവിച്ചാൽ മതി. ഞങ്ങളെ പോലെയുള്ളവർക്ക് ജീവിക്കണ്ടേ ഈ ഭൂമിയിൽ? ഞങ്ങളെങ്ങനെ ജീവിക്കും? വെളിയിറങ്ങുക കൊന്നുകളയും, വീട്ടിലിരുന്നാൽ കൊന്നുകളയും. പയ്യൻ പോയാൽ കൊച്ചിനെ അവർ തട്ടിക്കൊണ്ടു പോകും, കൊന്നുകളയും, വേദനിക്കുന്ന രീതിയിൽ ചെയ്യും. ഇതൊക്കെ അവർ ആരെ കാണിക്കുന്നത്? ഭീഷണിപ്പെടുത്തി. അപ്പോൾ അവർക്ക് അറിയാം അവരെ ഈ രാജ്യത്ത് ഇപ്പോൾ അവർ എന്ത് ചെയ്താലും ആരും ഒന്നും ചെയ്യില്ലെന്നുള്ള അവരുടെ പാർട്ടിയുടെ സ്ഥാനത്ത് അവർക്ക് ആർക്കും എന്തും ചെയ്യാം. അവരെ ആരും ഒന്നും ചെയ്യില്ലെന്ന് അവർക്ക് നല്ല ബലമായ സംശയം. അല്ലെങ്കിൽ ഈ TV യിൽ കയറുന്ന ഒരു ഉളുപ്പില്ലാതെ അയാൾ ഇത്ര വൃത്തിയായിട്ട് വിളിച്ച് പറയുമോ? വിവരമുള്ളവനാണെങ്കിൽ ഇത്ര വൃത്തിയായിട്ട് വിളിച്ച് പറയില്ലല്ലോ ഒരു പയ്യനെ പറ്റിക്ക് ഇത്രയും വൃത്തിയായിട്ട്. പക്ഷേ ആ കയ്യൊക്കെ അയാളെ ക്ഷമിച്ച് ഇത്രയും കേട്ടോണ്ടിരുന്നു. വേറെ വല്ലവരും ആണെങ്കിൽ അയാൾക്ക് അടി വെച്ചിച്ചനെ അയാളെ ഈ വൃത്തിയായിട്ട വർത്താനം പറിച്ചിരുന്നത്. അയാൾ എന്തെല്ലാം വർത്തമാനങ്ങൾ വിളിച്ചു. ഇയാളും വേറെ തന്നെ കൂടി ബ്രേസർ എടുത്തോണ്ട് പാവാട എടുത്തോണ്ട് ഇയാളെ കൂടെ പോയത് ബ്രേസർ പാവാടി എടുക്കാൻ. അല്ലെങ്കിൽ ഇവന് വീടുകളിൽ വഴികളും കാണിച്ചു കൊടുത്ത് ഇവൻ കയറിയ വീടല്ല കാണിച്ചു കൊടുത്ത് അയാൾ ഇനി കാണിച്ചു കൊടുത്തേ. അല്ല അയാൾ കാണിച്ചു കൊടുത്തെങ്കിൽ അയാൾ ഇത്ര വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അയാൾ കാണിച്ചു കൊടുക്കുക. അയാളെങ്കിൽ തെളിവ് വേണം എങ്കിലേ പറയാവൂ. അയാൾ ഒരു ഇതിൻ്റെ TV യിലെ എന്തിനേക്ക് മുമ്പേ ഇരുന്ന് അയാൾ മീഡിയക്കാരോട് പറയണമെങ്കിൽ അയാൾക്കൊന്നും തെളിവ് വേണം. അല്ലെങ്കിൽ അയാൾ കൂടെ പൊയ്ക്കാണ്. ഇവൻ്റെ കൂടെ എല്ലാ വീട്ടിലും കയറിപ്പോയാൽ ഇയാളും കൂടി ആയിരിക്കും പാവാട പറക്കാൻ പോയത്. പാവാടയും ബ്ലൗസും എല്ലാം പറക്കാൻ പോയി ഇയാളും കൂടെ ആയിരിക്കും. അല്ലാതെ അവൻ മാത്രമല്ല പറക്കുക, ഇയാളും കൂടെ ഉണ്ട്. ഈ പറഞ്ഞ 2 പേരും കൂടി ഉണ്ട് അവൻ്റെ കൂടെ പാവാടയും ബ്ലൗസും പറക്കാൻ പോയത്. വാഗ്ദാനങ്ങളിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇവരെക്കാളും 715 രൂപയ്ക്കൊന്നും ജോലിക്ക് വേണ്ട, ഒരു ദിവസം 3000 രൂപ വെച്ച് നിനക്ക് തരാം, നീ വാന്ന് പറഞ്ഞു ഒരുപാട് പേര് വന്ന് വിളിച്ചത്. വീട്ടിൽ ഇന്നലെ ഒരു പാർട്ടി വന്ന് ഇവിടെ വിളിച്ചിട്ട് പോയി. നല്ലൊരു കമ്പനിയിൽ ഒരു ആൾ വന്ന് വിളിച്ചിട്ട് പോയി ജോലി കൊടുക്കുക. ഇവ ഒന്നിനും പോയില്ല, അവൻ പോകണമില്ല. അവരോടൊക്കെ പറയും ഇത് ഏതെങ്കിലും ഒരു തീരുമാനം ആവട്ടെ, ഞാൻ കള്ളനെന്നുള്ള പേരിൽ ഞാൻ ഒരിടത്തും പോവില്ല. ഞാൻ എൻ്റെ സത്യം തെളിയിച്ച് സത്യം ആണെന്നുള്ള എല്ലാ തെളിവുകളും ആയിട്ട് തെളിഞ്ഞാൽ മാത്രമേ ഞാൻ പോവുള്ളൂ, അല്ലാതെ ഞാൻ പോകില്ല എന്ന് അവൻ പറഞ്ഞു വെച്ചേക്കാണ്. അപ്പോൾ അവന് സത്യം തെളിയണം. അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവൻ സത്യം തെളിയുക ഇത്രയും കാര്യമില്ല. ആരെങ്കിലും വിളിക്കുന്നിടത്ത് അവൻ ഇത് എറിഞ്ഞിട്ട് പോയാണ് ജോലിക്ക്. അപ്പോൾ സത്യം തെളിയാൻ വേണ്ടിയിട്ട് അവൻ നിൽക്കുകയാണ്. പൈസ ഇതൊന്നും ആക്കാൻ കൂടുതൽ പൈസ കൊടുക്കാൻ പറഞ്ഞിട്ട് പോവാതെ നിൽക്കുന്നത് ഇത് സത്യം തെളിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സത്യം തെളിഞ്ഞാൽ അവൻ പോകുള്ളൂ എന്ന് പറഞ്ഞാണ് അവൻ നിൽക്കുന്നത്. അത് അങ്ങനെ ഇവർ കാണിക്കുന്നതിന് നമ്മളെന്ത് ചെയ്യുക?
ഇനി അവർ സത്യം തെളിയിക്കുമോ ഇങ്ങനെയാണെങ്കിൽ സത്യം തെളിയിക്കാന്നല്ല എന്തായാലും ഒപ്പിട്ട് കൊടുത്തിട്ട് ഒരു ഏകാത്തോളം കള്ളം പറഞ്ഞോളാണ് ഇനി ഇത് കേൾക്കാൻ പോണത്. എവിടെ പിന്നെ തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരൊരിക്കലും തെളിയിക്കില്ല. ഒരു കേസ് വരപ്പി അല്ലെങ്കിൽ അവനെ വേണ്ടാന്ന് പറഞ്ഞാൽ ഇവരിവിടെ ഇട്ട് ഏതെങ്കിലും ഒരു തീരുമാനം അവരെടുക്കണം. കാരണം അവന് ജീവിക്കണം. ആരൊക്കെ അവൻ ഏതെങ്കിലും ജോലിക്ക് പോട്ട് അവന് ജീവിക്കണമെങ്കിൽ ഒരു രണ്ടിലൊന്ന് തീരുമാനിച്ച് വിടണം. അതാണ് ചെയ്യാറ്.